നമസ്കാരം. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയെ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂണിലെ കാരക് നഗരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. മുഫ്തി ഫയാസ് മുഹമ്മദിനെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മതപ്രഭാഷകനും അതിനോടൊപ്പം തന്നെ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുടെ റിക്രൂട്ടറുമായിരുന്നു ഈ കൊല്ലപ്പെട്ട മുഫ്തി ഫയാസ് എന്ന് പറയുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ ഏറ്റവും അടുത്ത സഹായി കൂടിയാണ് ഇയാൾ. പാകിസ്ഥാനിൽ ഇതാദ്യമായല്ല ഭീകരവാദികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അജ്ഞാതർ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൊലപാതക പരമ്പര തന്നെ പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ പാകിസ്ഥാൻ ശബ്ദമുയർത്തുകയും ഇന്ത്യയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പിന്നിൽ എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ആരോപണം പോലും തെളിയിക്കാൻ പാകിസ്ഥാന് ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തായാലും തീവ്രവാദ സംഘങ്ങളെയൊക്കെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാനിലെ സൈന്യത്തിന് നേർക്കുള്ള തിരിച്ചടി കൂടിയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനുമായി ചേർന്നുള്ള അതിർത്തി പ്രദേശങ്ങളിലൊക്കെ നിരവധി ചാവേർ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാന് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള തിരിച്ചടികളുടെ ഏറ്റവും ഒടുവിലത്തെ തിരിച്ചടിയാണ് ഇപ്പോൾ അജ്ഞാതർ നടത്തിയിരിക്കുന്ന ഈ കൊലപാതകവും. ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയെയാണ് അജ്ഞാതർ ഇല്ലാതാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.